സകലതും ഇപ്പൊ തമ്മിൽ തല്ലി തലതെറിച്ച് വീഴൂല്ലോ എന്റെ ഭഗവതി. അൻവർ ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആക്ഷേപം എന്ന് പറയുന്നത് സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ടുള്ളത്. കോഴിക്കോട് എയർപോർട്ടിൽ വന്നിറങ്ങുന്ന സ്വർണം പോലീസുകാർ, മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് എഫുകാർ പിടിച്ച് ആ സ്വർണം തട്ടിയെടുക്കുന്നു എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപം ഉന്നയിച്ചു. അതുമായി ബന്ധപ്പെട്ട് നടന്ന കൊലപാതകങ്ങൾ, ആ കൊലപാതകങ്ങൾ സംബന്ധിച്ച വിവരം തന്റെ പക്കലുണ്ട് എന്നുള്ള അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ആക്ഷേപം ആരാ ഉന്നയിച്ചത്? എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ, ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. ഞാൻ എന്നെയോ മധുവിനെയോ പോലെയുള്ള ഒരു സാധാരണക്കാരനല്ല, മറിച്ച് ഈ സംസ്ഥാനത്തെ നിയമസഭാംഗമായിട്ടുള്ള ഒരാൾ, ലോ മേക്കർ ആയിട്ടുള്ള ഒരാളാണ് നിയമപരമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. അവൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, എല്ലാവരും റൗണ്ടായിട്ട് എനിക്ക് ചുറ്റും നിന്ന് എനിക്ക് സെക്യൂരിറ്റി. ഈ നിമിഷം വരെ അൻവറിന്റെ ഒരു മൊഴി ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ടോ? ഞാനോ മാധവോ ആണോ ഇത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ, BRM ഷഫീറോ ആണോ ഇത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളതെങ്കിൽ പോലീസ് അടുത്ത മിനിറ്റ് നമ്മുടെ വീട് തേടി വരില്ലേ? മൊഴി എടുക്കില്ലേ? ഒരു കൊലപാതകമല്ലേ? കൊലപാതകവുമായി ബന്ധപ്പെട്ട വിവരങ്ങളല്ലേ പുറത്തുകൊണ്ട്? ഏറ്റവും ഗുരുതരമായിട്ടുള്ള ക്രൈമിനെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയല്ല. ഒരു ലോ മേക്കർ നിയമസഭയ്ക്ക് അകത്തല്ല, നിയമസഭയുടെ പരിരക്ഷയിലല്ല പറഞ്ഞത്, പുറത്ത് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞിട്ട് ഈ നിമിഷം വരെ അയാളുടെ മൊഴി എടുക്കാൻ എന്താ കേരളത്തിലെ പോലീസ് സംവിധാനം തയ്യാറാത്തത്? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കസ്റ്റംസിന് മാത്രമാണ് പിടിച്ചെടുത്ത സ്വർണം ഉരുക്കിയിട്ട് അത് സൂക്ഷിക്കാനോ അതല്ലെങ്കിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കാനോ അധികാരമുള്ളത്. ഇവിടെ കേരള പോലീസിന് ഇത്തരത്തിൽ സ്വർണം പിടിച്ചെടുക്കുന്ന സ്വർണം ഉരുക്കി അത് ആ ഉരുക്കിയ സാധനം സൂക്ഷിക്കാനോ അതല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കോടതിയിൽ ഹാജരാക്കാനോ അധികാരമില്ല, അവകാശമില്ല. ഇവിടെയാണ് മലപ്പുറം പോലീസ് സൂപ്രണ്ട്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംവിധാനം സ്വർണം പിടിച്ചെടുത്ത് അത് തൊണ്ടി മുതലായി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തമാണ് പോലീസിനുള്ളത്. ഏത് സ്വർണ്ണക്കട, ഏത് തൊണ്ടി? കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുന്ന ഇടപാട്. വെറുതെ മനുഷ്യൻ മെനക്കെടുത്തരുത്. ആ തൊണ്ടി മുതലായി സൂക്ഷിക്കുന്നതിന് പകരം അത് ഉരുക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ കേരള പോലീസിന് അവകാശമേ ഇല്ല. ഒന്ന്, എല്ലാം പൊളിയൊന്നും ഉറപ്പായല്ലേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട്. രണ്ടാമത്തെ കാര്യം, കസ്റ്റംസിന് ഇത് ഉരുക്കാൻ കസ്റ്റംസിന്റേതായിട്ടുള്ള ഫണ്ടുണ്ട്, തനത് ഫണ്ടുണ്ട്. കേരള പോലീസിന് ഈ പറയുന്ന മലപ്പുറത്തെ SP ആയിരുന്ന സുജിത് ദാസിന് പോലീസിന്റെ ഏത് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് പിടിച്ചെടുത്ത തൊണ്ടി മുതൽ ഉരുക്കിയത്? അത് നിർണായകമായിട്ടുള്ള ചോദ്യമല്ലേ? അൻവർ പോലെ ആ ചോദ്യം ഉന്നയിച്ചിട്ടില്ല. അപ്പൊ പോലീസിന്റെ കൈവശം സ്വർണം ഉരുക്കാനുള്ള തനത് ഫണ്ടേ ഇല്ല എന്നുള്ള നിലയ്ക്ക് ഇല്ലാത്ത സ്ഥിതിക്ക് ഏത് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് പോലീസ് ഈ സ്വർണം ഒരുക്കിയിരുന്നത്? അവിടെയാണ് അൻവർ പറഞ്ഞിട്ടുള്ള ആക്ഷേപം നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു ആക്ഷേപത്തിലുള്ള എന്താണ് ഈ പറയുന്ന അപ്രൈസർ എങ്ങനെ പൈസ ഉണ്ടാക്കി? അപ്രൈസർക്ക് കമ്മീഷൻ കൊടുക്കായിരുന്നു, പിടിച്ചെടുക്കുന്ന സ്വർണത്തിന് കമ്മീഷൻ കൊടുക്കായിരുന്നു കേരള പോലീസ്. ഇങ്ങനത്തെ ഒരെണ്ണം എടുത്തോ, ഇങ്ങനത്തെ ഒരെണ്ണം എടുത്തോളാം. ആ ഗുരുതരമായിട്ടുള്ള ആക്ഷേപം ഉന്നയിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കാതിരിക്കാൻ ഇവിടെ UDF-ഉം LDF-ഉം ബോധപൂർവമായി ഇതിനെ കൊണ്ടുപോയി എല്ലാം BJP-യുടെ RSS-ന്റെ തലയ്ക്ക് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചർച്ച മുഴുവൻ രാഷ്ട്രീയത്തിലേക്ക് അങ്ങ് പോയിക്കൊള്ളുമല്ലോ. പിന്നെ അവൻ പറയുന്ന കാര്യങ്ങൾ കുറെയൊക്കെ ശരിയല്ലേ? ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട ഗുരുതരമായിട്ടുള്ള ആക്ഷേപം ഒരു ലോ മേക്കർ ഉന്നയിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഫോൺ ചോർത്തി, സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാക്കളുടെ ഫോൺ ചോർത്തി, മാധ്യമപ്രവർത്തകരുടെ ഫോൺ ചോർത്തി എന്നൊരു ലോ മേക്കർ ഒരു MLA ആക്ഷേപം ഉന്നയിച്ചപ്പോ അതിലേക്ക് ചർച്ച പോകുന്നില്ല. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സമ്മതിക്കോ? ഇല്ല. സംസ്ഥാനത്തെ ആഭ്യന്തര സംവിധാനം ഉത്തരവാദിത്തോടു കൂടി നോക്കുന്ന സംസ്ഥാനത്തെ ADGP-യുടെ സ്വന്തം ഭാര്യയുടെ ഫോൺ ചോർത്തിയിട്ട് അതിന്റെ റെക്കോർഡ് തന്റെ കൈവശമുണ്ടെന്ന് MLA പറയാം. അല്ലാതെ ഇവിടെ ഒരു ചുക്കും സംഭവിക്കും. ഈ നിമിഷം വരെ കേസിൽ അന്വേഷിക്കണം ആവശ്യപ്പെട്ടതാരാ? സംസ്ഥാനത്തെ ഗവർണർ ആവശ്യപ്പെട്ടിട്ടും ഈ നിമിഷം വരെ FIR ഇട്ടിട്ടില്ല, അന്വേഷണമില്ല. ഇതെങ്കിലും സമയത്തിട്ടൂടെ അവസാന നിമിഷം ഈ LDF-ന്റെ പ്രതിനിധി പറയുന്ന കാര്യം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് LDF അല്ലെങ്കിൽ CPM ചർച്ചയ്ക്ക് വിടുന്ന പല വക്താക്കളും അഭിമന്യുവിനെ പോലെയാണ്. നിന്നെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കുറെ കാലായി അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് ഈ ചക്രവ്യൂഹത്തിന് അകത്ത് കയറുന്ന കാര്യം മാത്രം കൃഷ്ണൻ വിവരിച്ചത് കേട്ടിട്ട് ഇങ്ങോട്ട് വരികയാണ്. അദ്ദേഹം കുഞ്ഞാലി കൊലക്കേസിനെ കുറിച്ച് പറഞ്ഞു. ഈ നിലമ്പൂരിലെ MLA ആയിരുന്ന കുഞ്ഞാലി 69-ലാണ് കൊല്ലപ്പെടുന്നത്. അതിന് ആരെയാണ് ഇവർ ഉത്തരവാദി എന്ന് വിളിച്ചിരുന്നത്? അറിയില്ല. കഷ്ടം. പിന്നെ എങ്ങനെയാ ഫലം അറിയാ? ആര്യാടൻ മുഹമ്മദാണ് കുഞ്ഞാലി വധക്കേസിന് ഉത്തരവാദി എന്നും ആര്യാടനാണ് കുഞ്ഞാലിയെ കൊല ചെയ്തിരുന്നു എന്നുമാണ് ഇന്നും അവർ പറയുന്നത്. ആ ആര്യാടൻ മുഹമ്മദിനെ കൊണ്ടുപോയി 80-ല് നായനാർ സർക്കാരിൽ മന്ത്രിയാക്കിയതാരാ? LDF-ന്റെ സ്ഥാനാർത്ഥിയാക്കിയതാരാ? CPM-ന്റെ വോട്ട് കൊണ്ട് ജയിപ്പിച്ചില്ലേ ആര്യാടനെ? നിലമ്പൂരിൽ തന്നെ മന്ത്രിയാക്കിയില്ലേ നിങ്ങള്?
ഭയങ്കര മോശമായി. എന്നിട്ട് കുഞ്ഞാലി കൊല്ലപ്പെട്ട മണ്ണാണെന്നൊക്കെ ഇങ്ങനെ വൈകാരികമായിട്ട് കിടന്ന് തള്ളുകയാണ്. ഈ കുഞ്ഞാലി കൊലക്കേസിൽ ഉത്തരവാദിയെന്ന് നിങ്ങൾ ആക്ഷേപിച്ച അതേ മനുഷ്യനെ കൊണ്ടുപോയി മന്ത്രിയാക്കാൻ ജാള്യത കാണിക്കാത്തവരാണ് ഇവിടെ ഇരുന്ന അർദ്ധസത്യങ്ങൾ അല്ലെങ്കിൽ ചരിത്രത്തിലെ പകുതി മാത്രം എടുത്ത് പറയുന്നത്. ബാക്കി പകുതി കൂടി പറയണം മിസ്റ്റർ. കേരളത്തിലെ ജനങ്ങൾ കേൾക്കട്ടെ. എല്ലാരും വിളിച്ചു. ജയിക്ക് എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നത്. ജയിക്ക് മര്യാദ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാനലിൽ വന്ന് പഠിപ്പിക്കേണ്ടതാണ്. അവന്റെ അഭ്യാസം ഈ ആരോമൽ ചേകവരോട് വേണ്ട എന്ന് പറഞ്ഞേക്കൂ. പുതുപ്പള്ളിയിലെ ജനങ്ങൾ നിങ്ങളുടെ മര്യാദ പഠിപ്പിച്ചത് നിങ്ങളുടെ മുമ്പിലില്ലേ? ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. പിന്നെ യൂട്യൂബ് ഒന്ന് തപ്പി നോക്കിയാല് അഡ്വക്കേറ്റ് ജയശങ്കർ മുതൽക്ക് ആളുകൾ മര്യാദ പഠിപ്പിക്കുന്ന നിങ്ങൾക്ക് അവിടെ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതും തോക്കുന്നതും ഒക്കെ രാഷ്ട്രീയ മത്സരമാണ്. ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിനെ നീ ഇപ്പിണ്ടാക്കിയതാണോ? അല്ല ജയന്തൻ, ഒരു ചാനൽ ചർച്ചയിൽ പറയാവുന്നതാണോ? ഇപ്പോ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതും തോക്കുന്നതും ഒക്കെ രാഷ്ട്രീയ പോരാട്ടമാണ്. അങ്ങനെ വ്യക്തിപരമായി പറയണം. ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി മര്യാദ പഠിപ്പിക്കാൻ വന്ന ആ പദങ്ങൾ നിങ്ങൾ തടയേണ്ടതായിരുന്നു. മര്യാദ പഠിപ്പിക്കാൻ എന്ന പദവും പറഞ്ഞപ്പോൾ നിങ്ങൾ തടയാത്തതുകൊണ്ടാണ് ഞാൻ ഇത് പറയേണ്ടി വന്നത്. ഞാൻ എന്റെ വിയോജിപ്പ് അറിയിച്ചാണ്. നിങ്ങൾ ഈ പറയുമ്പോൾ ഇവര് തന്നെ അതിന്റെ സുഖേടാ. ഇതിന് മരുന്നില്ല. അതാണ് മര്യാദ. അല്ല, അവന്ന് പറഞ്ഞാൽ തെറ്റാണ്. അവന്ന് പറഞ്ഞാൽ തെറ്റാണ്. അല്ല ശരി, അവന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇയാൾ ആരുവാ? നീ പോക്കരത്തരം പറഞ്ഞ ഞാൻ തെണ്ടിത്തരം പറയും. നിനക്കെന്നെ അറിഞ്ഞൂടാ. നീ കൂടുതൽ ആളാവല് കേട്ടോ. പയ്യനെന്നാ ഞാൻ പറഞ്ഞു. പറയുന്നത് അവൻ പയ്യെന്ന് പറയുന്ന പോലെയാണോ? അയ്യോ, ഇത് അസംബ്ലിയേക്കാൾ മോശമായില്ല. പയ്യനൊന്നും അല്ല, അത് ഇവിടെ തന്നെ വെക്കും. ജയിക്ക് ഇത് നേരെ ചൊവ്വ പോകുന്ന ലക്ഷണില്ല. ജയിക്ക് നിങ്ങൾ വന്ന് ഞമ്മക്ക് ക്ലാസ് എടുക്കണം. 1,00,000 ഉറുപ്പിക തരാന്ന് പറഞ്ഞാലും ഇമാതിരി നാണം കെട്ട വർത്താനം പറയാൻ ഇന്നെ കിട്ടൂല. നിങ്ങളുടെ രാഷ്ട്രീയ വാദങ്ങൾ തർക്കം തുടങ്ങിയിട്ട് ഒന്നും ഉണ്ടായിരടാ. അതൊക്കെ ഒന്ന് കിടച്ചാതാ இந்த பயலுக்கு ബുദ്ധി വരും. അൻവറിന്റെ മുമ്പിൽ പൂച്ച പോലെ ഇരിക്കുന്ന നിങ്ങൾ അല്പമെങ്കിലും വീര്യമുണ്ടെങ്കിൽ അൻവറിനോട് കാണിക്കും. വിജയന്റെ ഈ തോതിൽ അമ്പരിക്കുന്നവരെ പോയിട്ട് കാണിക്കും. ചാനലിൽ വന്ന് നമ്മളെല്ലാം മര്യാദ പഠിപ്പിക്കണം. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവുക. ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.